ഇടുക്കി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എല്ലാ മുന്നണികളും സജീവമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു. ആ ഒരു മത്സരം ശക്തമായ ആ ഒരു പ്രചരണത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. നമ്മുടെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ നമ്മോടൊപ്പമുണ്ട്. പ്രചാരണം സജീവമായി ചൂടേറിയ പ്രചരണം തന്നെയാണ്. നട്ടുച്ച വെയിലിലും ഒരുപാട് പ്രവർത്തകർ നമ്മളെ വന്ന് കാണാനും വോട്ട് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മോഡി തരംഗം ഇവിടെ ആഞ്ഞു വീശും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ വിവാദമായി ചർച്ചയായി നിൽക്കുന്ന ഒന്നാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ദിവസം അത് ഇടുക്കി രൂപത കുട്ടികൾക്കായി പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ഉയർന്നു വരികയാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അവർ ചെയ്തത് ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാമൂഹ്യ വിപത്തുകൾ ചിലപ്പോഴൊക്കെ മീഡിയയിലൂടെയും സിനിമയിലൂടെയും ഒക്കെ വലിയൊരു മെസ്സേജായി നമുക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കേരള സ്റ്റോറി അത് കൊടുത്തു എന്നതിൽ വെച്ച് യാതൊരു തെറ്റും കാണുന്നില്ല. തീർച്ചയായിട്ടും ഞാനത് സ്വാഗതം ചെയ്യുകയാണ് അവർ ചെയ്ത പ്രവൃത്തിയെ, ഇടുക്കി രൂപത ചെയ്ത പ്രവൃത്തിയെ. കാരണം ഇന്നത്തെ പെൺകുട്ടികളായാലും അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ഇവിടെ ഉള്ളതാണ്. അതിനൊക്കെ ഒരു പരിഹാരം, ഒരു മെസ്സേജ് കൊടുക്കുന്നതെന്നും സമൂഹത്തിന് നല്ലതാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ ഒരു വിഷയം കൂടി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉന്നയിക്കുന്നുണ്ടോ? സമൂഹത്തിൽ ഒരുപാട് വിപത്തുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ യുവതലമുറയെ ബാധിച്ചിരിക്കുന്നത് ഈ ജിഹാദുകൾ, പ്രത്യേകിച്ച് നാർക്കോട്ടിക് ജിഹാദും അതുപോലെ തന്നെ ലവ് ജിഹാദും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ സഭാ മേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മെസ്സേജ് ഈ സമൂഹത്തിന് ആവശ്യമാണെന്ന് അവർ തിരിച്ചറിയുന്നതും അത് പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു വിഷയമാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും. അപ്പം അത്തരത്തിലാണ്. എന്തായിരുന്നാലും പ്രചാരണം ശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഈ ഒരു വിഷയം, കേരള സ്റ്റോറി എന്ന വിഷയം കൂടി വളരെ പ്രധാനമായി ഉന്നയിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി മുമ്പോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.